ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. ഇന്ന് നമ്മളൊരു കുഞ്ഞു ഫ്രോക്കിൻ്റെ ഡിസൈനിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ഒന്ന് ആദ്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു പ്ലെയിൻ ഫ്രോക്കായിരുന്നു ഇത്, ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈനിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഞാനൊരു പിങ്ക് നെറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ നേവി ബ്ലൂ യോക്കുമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ താഴെ സാറ്റിൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈനിങ് ആയിട്ട് നമ്മൾ സ്റ്റിഫ് നെറ്റും അതുപോലെ കോട്ടണും വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ്, ജസ്റ്റ് ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒരു ബോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആസ് നോർമൽ ഒരു എന്താ പറയുക, ഇങ്ങനെ ടൈ ചെയ്യാനുള്ളൊരു സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഫ്രോക്ക്. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ ഡിസൈനിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ പ്ലെയിൻ ഫ്രോക്കാണ്. ഈ ഫ്രോക്ക് നമുക്ക് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നുണ്ടാവും, പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ നല്ലൊരു ഫ്രോക്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം റേറ്റ് കൊടുക്കണം. നമുക്കിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് റേറ്റ് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ സാറ്റിൻ റോസാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 3 റൗണ്ടുകൾ വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമൊക്കെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയിട്ട് കാണാം കേട്ടോ ചാനലിൽ. പിന്നെ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ മൾട്ടി കളർ എന്ന് പറഞ്ഞാൽ പിങ്കിൻ്റെ തന്നെ പല ഷെയ്ഡിൽ വരുന്ന ത്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ റോസ് ചെയ്യാനായിട്ട് നമ്മൾ റൗണ്ട് വരച്ച് ആ സ്പേസിൽ നമ്മൾ സെൻറ്ററിലായിട്ട് സാധാരണ എന്താ പറയുക, സൂചി നൂലും വെച്ചിട്ട് വന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഇത് 5 പാർട്ടായിട്ട് നമ്മൾ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അങ്ങനെ 5 പാർട്ടാക്കുക. നമ്മളിത് പാർട്ടാക്കുമ്പോൾ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല, എന്നാലും ഏകദേശമൊക്കെ നമ്മൾ ഒപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാകും. ആ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഈ ചാനലിൽ ഇതുപോലെ ഡിസൈനിങ് വീഡിയോസും പിന്നെ കുറച്ച് വേറെ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്താൽ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മൾ അതവിടെ പിങ്ക് കളറ് ആണ് നമ്മൾ സാറ്റിൻ റിബൺ എടുത്തിട്ടുള്ളത്. ഞാൻ സാറ്റിൻ റിബൺ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു നീഡലിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ക്ലോത്തിൻ്റെ ഇഴകൾ ഭയങ്കര അടുത്തടുത്താണ്, അപ്പോൾ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ഇതിൻ്റെ താഴെ കൂടെ എടുത്തിട്ട് മറ്റേത് സ്കിപ്പ് ചെയ്യുക. ഇനി അതിൻ്റെ അടുത്തതിൻ്റെ താഴെ കൂടെ എടുക്കുക. അങ്ങനെ നമ്മളത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഓരോന്നിൻ്റെയും എടുത്തെടുത്ത് ചെയ്യുക. അങ്ങനെ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം സ്കിപ്പ് ചെയ്തതിൻ്റെ താഴെ കൂടെ ചെയ്യാം. അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവർ കിട്ടും. നമ്മൾ ഈ പാർട്ടീഷൻ ചെയ്ത ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, 5 എണ്ണം, അത് നമുക്ക് കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ലെയറിൽ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം കഴിയാനായി. അങ്ങനെ നമ്മൾ വരച്ചിട്ടുള്ള 3 റൗണ്ടിലും ഇതുപോലെ ഫ്ലവർ ചെയ്യുക. ഇപ്പം നമ്മൾ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. ഇനി ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ നേരത്തെ കാണിച്ച ത്രെഡ് ഉപയോഗിച്ചിട്ട് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ള ഡിസൈൻസാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് പല ഡിസൈനും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഒരു ഫ്ലവർ പോലെയും പിന്നെ സ്കാറ്റർ ചെയ്ത പോലെയും അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ മൾട്ടി ഷെയ്ഡുള്ള ഫ്രഞ്ച് നോട്ട് വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതെടുക്കാം കേട്ടോ. ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് പോയി കാണുക. പിന്നെ ഇതിൽ ആ വീഡിയോയിൽ പോലല്ല ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഒറ്റ സ്റ്റാൻഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു നൂലിൻ്റെ ഒരു ഭാഗം നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുള്ളത്, ബാക്കി ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കെട്ടിട്ടിട്ടുള്ളത്.
അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 3 പ്രാവശ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല ഫ്രഞ്ച് നോട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ ഇത് നമ്മൾ ഒരു ഫ്ലവറിൻ്റെ പോലെയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പിക്കിൽ കണ്ടല്ലോ അതുപോലെ. അപ്പം ഇതിൻ്റെ ചുറ്റും നമുക്ക് ഫ്രഞ്ച് നോട്ട് എത്രയാണോ കവർ ചെയ്യണത് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ചുറ്റും നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്ക് കുറച്ച് സ്പേസ് ഇങ്ങനെ വിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്തെടുക്കാം. ആ 2 ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ഇതാ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്, പല ഷെയ്ഡിലായതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഈ നമ്മൾ ഫ്ലവർ ചെയ്ത പോലെ അപ്പുറത്തെ ഫ്ലവറിൻ്റെ ആ സൈഡിലും കൂടെ ചെയ്യണം കേട്ടോ. ഈ ഫ്ലവറിൻ്റെ ഇടകളിലൊക്കെ നമ്മൾ ഓരോ ഫ്രഞ്ച് നോട്ട് പോലെ മാത്രം ചെയ്തെടുക്കണം. ദാ ഇതുപോലെ. അങ്ങനെ നമുക്ക് കുറച്ച് താഴോട്ടും കൂടെ നമ്മളിതുപോലെ ചെയ്തെടുക്കാം. ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും ഇതിൽ എടുക്കാത്തത് വെറുതെ കുറേ ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. ഇനി ഈ ഫ്രഞ്ച് നോട്ടുകൾ നമ്മൾ ഇങ്ങോട്ട് താഴോട്ടും കുറച്ച് സ്കാറ്റർ ചെയ്ത പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സിമ്പിളായിട്ടുള്ള ഡിസൈന്. ഇതാ കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ ബ്ലൂ കളറിലായിട്ട് വരുമ്പോൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.